നാസർ നോക്കൂ, തങ്ങളുടെ അതിർത്തിയിൽ കൂടി ഒരാക്രമണവും നടത്താൻ അനുവദിക്കില്ല എന്ന ഗൾഫ് രാജ്യങ്ങൾ ആദ്യമേ തന്നെ നിലപാട് എടുത്തു കഴിഞ്ഞു. ഒരുപക്ഷെ അതിനെ മറികടക്കുക ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് നിസ്സാരപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം കൂടിയല്ല. ഒന്നാമത് ഈ സമാധാന സമിതിയുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ വലിയ സഹകരണം അല്ലെങ്കിൽ വലിയ പിന്തുണ ട്രംപിന് ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു പ്രത്യക്ഷ ആക്രമണത്തിലേക്ക് കടക്കാൻ ട്രംപ് തയ്യാറാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇസ്രായേലിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു നിലപാടായിരിക്കില്ല അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അനീഷ, തീർച്ചയായിട്ടും. കാരണം ഈ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ കൂടി അത് ബലികഴിച്ചുകൊണ്ട് ഒരു കടുത്ത നടപടിയിലേക്ക് ട്രംപ് നീങ്ങാനുള്ള ഒരു സാധ്യത കുറവാണെന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിദേശ നയം പോലും രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷ എന്നൊരു അടിത്തറയിലാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കം നടത്താൻ ഈ കാലയളവിൽ ഈ പിന്നിട്ട മുക്കാൽ നൂറ്റാണ്ടിനിടയിൽ അമേരിക്ക ശ്രമിച്ചിട്ടില്ല. എല്ലാ ഘട്ടങ്ങളിലും നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും സാമ്പത്തിക തലത്തിലും ഇസ്രായേലിന് വേണ്ട പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു അമേരിക്കൻ സമീപനവും അമേരിക്കൻ വിദേശ നയവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ രാജ്യങ്ങളുടെ എതിർപ്പും താല്പര്യങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ട്രംപ് ഒരു തീരുമാനം കൈക്കൊള്ളുക എന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. കാരണം ഇതുവരെയുള്ള ചരിത്രം അതല്ല. ഈ രാജ്യങ്ങളോടൊക്കെയും ചേർന്ന് നിൽക്കുമ്പോൾ തന്നെയും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കാണ് എന്നും അമേരിക്ക മുൻതൂക്കം നൽകി വരുന്നത്. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ പ്രവചിക്കാനും സാധ്യമല്ല. കാരണം അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ അങ്ങനെ തന്നെയാണ്. കാരണം ഏത് ഘട്ടത്തിൽ ഇപ്പം ഇറാനുമായിട്ട് ഒരു നയതന്ത്ര ചർച്ചയുടെ സ്വരം പുറപ്പെടുവിക്കുന്ന അതേ ട്രംപ് തന്നെയാണ് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ പടക്കപ്പലുകൾ അയക്കും, ഇറാനെ സൈനികമായി തന്നെ നേരിടുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് ഈ ബുധനാഴ്ച നടക്കുന്ന നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച നിർണായകമായിരിക്കും. ആ കൂടിക്കാഴ്ചക്ക് ശേഷമുള്ള ട്രംപിന്റെ പ്രതികരണമായിരിക്കും ഒരുപക്ഷെ ഈ ചർച്ചയുടെ ഭാവിയും മേഖലയുടെ ഭാവിയും നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായി മാറുക. യെസ്, MC നാസറാണ്.